മോഹൻ തോമസിന്റെ മോളല്ലേ എന്നൊക്കെ ചോദിക്കും. അച്ഛനെ തല്ലിയിട്ടുണ്ട്, മകനെ തല്ലിയിട്ടുണ്ട്. അച്ഛന്റെ കയ്യിൽ നിന്ന് തല്ലി മേടിച്ചു, മകന്റെ കയ്യിൽ നിന്ന് തല്ലി മേടിച്ചു. താല്പര്യമില്ല. ഐ നോട്ട് ഇൻട്രസ്റ്റഡ്. Good morning, ടിഷു. How are you, ടിഷു? ഓ, ഈ ആനേന്റെ പേര് ഇന്ദുചൂടെന്നാണല്ലേ? ആന കൊന്നിന് പോണ്ടെങ്കിൽ ഒന്നാം പാപ്പാൻ, ആനക്ക് രണ്ട് പോകാൻ രണ്ടാം പാപ്പാൻ. നിങ്ങൾ എന്താ തൃശ്ശൂര് പുലിക്കളി പോലെ ഉണ്ടല്ലോ? ഞാൻ ആനപ്രേമി സംഘത്തിന്റെ പ്രസിഡന്റ് ആണ്. കണ്ടാൽ കുരങ്ങപ്രേമിനെ പോലെ ഉണ്ടല്ലോ. നല്ല ഹെഡ് വെയിറ്റ് ഒക്കെ ഉള്ള ആനയല്ലേ അത് ഉദ്ദേശിച്ചേ? അല്ല, ആന മൊത്തത്തിന് നല്ല വെയിറ്റാ. Good evening and welcome to Luna's Comedy Super Night powered by Gobo Nandalat G-Mart. ഈ ഒരു ഷോയുടെ കൂടുതൽ വിശേഷങ്ങളും അപ്ഡേറ്റ്സും താരവിശേഷങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. www.facebook.com/comedysupernight. ഈ ഒരു ഫേസ്ബുക്ക് പേജ് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക. നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക, അതിലുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്യുക. ലൂനാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോബോ നന്ദലത് G-Martന്റെ ഇന്നത്തെ ഈ ചിരി അരങ്ങിലേക്ക് നമുക്ക് അതിഥികളായി എത്തിയിട്ടുള്ളത് മലയാളം കണ്ട ഒരു മികച്ച അഭിനയ പ്രതിഭയുടെ മക്കൾ. അതിലുപരി മലയാള സിനിമയിലെ യുവതാരനിരയിൽ തങ്ങളുടേതായ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞ രണ്ടുപേർ, പാർവതി രതീഷ് ആൻഡ് പത്മരാജ് രതീഷ്. പാർവതി, പത്മരാജ്, വെൽക്കം ടു ദി ഷോ. Thank you. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഇങ്ങനെ ഒരാള് മധുരനാരങ്ങയുടെ സന്തോഷത്തിൽ, ഒരാള് അച്ഛാദിനന്റെ സന്തോഷത്തിൽ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ തന്നെ ആൾക്കാരെ മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോ പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. പാർവതിയുടെ ഫേസ് നമ്മൾ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും രജിസ്റ്റർ ആയ ഒരു കാര്യമാണ്. ഇത് അദ്ദേഹത്തിന്റെ മകളാണ്, രതീഷ് സാറിന്റെ മകളാണ് എന്നുള്ളൊരു കാര്യം. ഫസ്റ്റ് മൂവി കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, പത്മരാജനെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്നാലും പക്ഷെ നമ്മൾ ആ ഒരു വില്ലൻ വേഷം കണ്ടപ്പോൾ ഇങ്ങനെ ആലോചിച്ചു, കൊള്ളാലോ പുതിയ വില്ലൻ, കൊള്ളാലോ സുന്ദരനായ വില്ലൻ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും ഓക്കേ, ഇത് അച്ഛൻ്റെ മകൻ തന്നെ. യെസ്, അങ്ങനെ രണ്ടുപേരാണ് ഇപ്പം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ പറയൂ, ആദ്യം നമുക്ക് മധുരനാരങ്ങയിൽ നിന്ന് തുടങ്ങാം. ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ. പറയൂ പാർവതി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മധുരനാരങ്ങ എന്ന് വെച്ചാൽ നല്ല വിശേഷം തന്നെയാണ്. പേരോട് പോലെ തന്നെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള. തീർച്ചയായും ഞാൻ ഈ മൂവി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഔട്ട്കം എങ്ങനെയായിരിക്കും, അപ്പോൾ ഞാൻ എങ്ങനെയായിരിക്കും എല്ലാവരും ഓഡിയൻസിനെയൊക്കെ ഫേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം. പക്ഷെ ഇപ്പോൾ എനിക്ക് എന്താ പറയുക, നല്ല സ്പെഷ്യലായി ഫീൽ ചെയ്യുന്നുണ്ട്, അറ്റൻഷൻ കിട്ടുന്നുണ്ട്. നല്ല കാര്യമല്ലേ? ഗുഡ് അല്ലേ? ആൾക്കാരൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ആണ്. നേരത്തെ ഒരു ആക്ടറിന്റെ മകൾ എന്നുള്ള രീതിയിൽ എപ്പോഴെങ്കിലും ഒക്കെ അങ്ങനെ ഒരു റെക്കഗ്നീഷൻ കിട്ടിയിട്ടുണ്ട്? അപ്പോൾ സ്കൂൾ ടൈമില്, കോളേജ് ടൈമിൽ അങ്ങനെയൊക്കെ? സ്കൂൾസിലൊക്കെ ആയിരുന്നപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലായത് കൊണ്ട് അങ്ങനെ വലുതായിട്ട് ആർക്കും അറിയില്ലായിരുന്നു. അവിടെയായിരുന്നു സെറ്റിൽ ചെയ്തിരുന്നത് അല്ലേ? തമിഴ്നാട്ടിലായിരുന്നു നമ്മൾ 2 years ബാക്ക് വരെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കോളേജിൽ എത്തിയപ്പോൾ നമുക്ക് കുറെ മലയാളി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവരിങ്ങനെ പറയുമ്പോ മോഹൻ തോമസിന്റെ മോളല്ലേ എന്നൊക്കെ ചോദിക്കും. ഞാൻ വിചാരിക്കും ആരാ ഈ മോഹൻ തോമസ് എന്ന് വിചാരിച്ചിട്ട്, എന്നിട്ട് ഞാൻ പോയി മൂവി കാണും. ഇല്ലായിരുന്നു, അതാ ഞാൻ തമിഴ്നാട്ടിലായതുകൊണ്ട് എനിക്ക് ആ കാണാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. ചിലപ്പോ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും അഹങ്കാരി എന്നൊക്കെ. കണ്ടിട്ടില്ല എന്ന് മകള് പറയുന്നു. അത് ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു കഥാപാത്രം. അത് നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടാഞ്ഞിട്ടായിരുന്നു.
അതും കമ്പം എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് മലയാളം മൂവീസ് അങ്ങനെ റിലീസ് ആവുന്നില്ല ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാവരും വിളിക്കാൻ തുടങ്ങിയപ്പോൾ ആരാണ് ഈ ക്യാരക്ടർ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കമ്മീഷണർ കാണുന്നത്. പിന്നെ അത് ഫോർ എവർ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായി മാറി. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഒരു സിനിമക്കാരി ആവണം അല്ലെങ്കിൽ സിനിമയിലേക്ക് വരണം എന്ന്? ഞാൻ ചെറുപ്പം തൊട്ടേ അത് ഫിക്സ് ചെയ്ത് വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. എനിക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് എക്സ്പ്രസ് ചെയ്തത് എൻ്റെ +2 കഴിഞ്ഞ സമയത്തായിരുന്നു. ഞാൻ അമ്മയോട് പറയായിരുന്നു, അമ്മ മതി, ഞാൻ ഇനി പഠിക്കാൻ പോകുന്നില്ല, ഞാൻ അഭിനയിക്കാൻ പോവാ. അത് പഠിക്കാതിരിക്കാനുള്ള നമ്പറായിരുന്നോ? ആക്ച്വലി ആയിരുന്നു, പക്ഷെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അമ്മ പറയുന്നുണ്ടായിരുന്നു, നീ അഭിനയിച്ചു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ മൂവിയിലിരുന്ന് നിന്നെ അവര് പുറത്താക്കുമ്പോ ഭക്ഷണം കഴിക്കാൻ നീ എന്ത് ചെയ്യൂന്ന് ചോദിച്ചു. +2 കുസ്തിയായിട്ട് ചെന്നാല് ആരും ഭക്ഷണം തരില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അങ്ങനെയാണ് പിന്നെ ഞാൻ MBA വരെ പഠിച്ചത്. അത് കഴിഞ്ഞ് ഇപ്പൊ മധുര നാരങ്ങ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ അതിലേക്ക് വന്നു. ഓക്കെ, അപ്പൊ എങ്ങനെയായിരുന്നു ഫസ്റ്റ് ആ ഒരു ഓഫർ വന്നത്? പ്രൊഡ്യൂസർ സുരേഷ് കുമാർ അങ്കിൾ നമ്മുടെ നല്ല ക്ലോസ് ഫ്രണ്ട് ആണ്. അപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിലുള്ളതിനെക്കാട്ടിലും കൂടുതൽ സമയം ഞാൻ അങ്കിളുടെ വീട്ടിലായിരിക്കും. അപ്പോൾ അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ പ്രൊഡ്യൂസർ ആന്റോ ജോസഫ് അങ്കിൾ അവിടെ വെച്ച് എന്നെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ അന്ന് നമ്മൾ സംസാരിച്ചു, മൂവിനെ കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മൂവിയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ടോ എന്നൊക്കെ, അത്രേ ഉള്ളൂ. പിന്നെ കുറെ കഴിഞ്ഞിട്ട് അങ്കിൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ എനിക്ക് കുറച്ച് പിക്ചേഴ്സ് അയച്ചതാന്ന് പറഞ്ഞു ഫോണിലൂടെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റിയും കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറെ എക്സൈറ്റഡ് ആയിട്ട് അയച്ചൊക്കെ കൊടുത്തു. അയച്ചു കൊടുത്തിട്ടും പിന്നെയും കുറേ ദിവസം കഴിഞ്ഞിട്ട്, ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെയും ഒരു കോൾ വന്നിട്ട് പറഞ്ഞു, മോളെ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് എറണാകുളം വരെ വരണം, ഒരു സ്ക്രിപ്റ്റ് കേൾക്കാം എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഞാനും എൻ്റെ ഇളയ ബ്രദറുണ്ട് പ്രണവ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ പോയി സ്ക്രിപ്റ്റൊക്കെ കേട്ടു. നമുക്ക് വളരെ ഇഷ്ടമായി. സുഗീതേട്ടനാണ് എനിക്ക് സ്ക്രിപ്റ്റൊക്കെ പറഞ്ഞു കേൾപ്പിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്ത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ പിന്നെ എന്തായാലും ചെയ്യാന്നൊക്കെ വിചാരിച്ചു. സോ ഞാൻ താമരയായി മാറി. ഈ കണ്ണുകളാണ് പാർവതിയുടെ സൗന്ദര്യം എന്ന് ആരൊക്കെ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ആദ്യം ആരാ പറഞ്ഞത്? ആദ്യം ആരാ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. 2-3 പേര്. ആരൊക്കെ? ആങ്ങളോട് കേൾക്കട്ടെ, പറയൂ. എനിക്ക് ആദ്യം ആരോ പറഞ്ഞത് ഓർമ്മയില്ല. സ്കൂൾ ടൈമില്, കോളേജ് ടൈമില്? സ്കൂൾ ടൈമിലൊക്കെ എന്ന് വെച്ചാൽ എന്റെ ഫ്രണ്ട്സ് അല്ലേ അവരെല്ലാരും. അപ്പൊ എനിക്ക് അങ്ങനെ കോംപ്ലിമെന്റ്സ് ആയിട്ടൊന്നും തന്നിട്ടില്ല. ഇൻക്ലൂഡിങ് വോയിസ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, ഓ ഈ ഒരു കണ്ണ് നമുക്ക് ഉറക്കത്തിൽ നീ പ്രേതമായിട്ട് വന്ന് ഞങ്ങളെ പേടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ കോംപ്ലിമെന്റ്സ് സ്കൂളിലൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ചേച്ചിയുടെ വിശേഷങ്ങൾ ഒരു സൈഡിൽ നിൽക്കട്ടെ, പറയൂ എങ്ങനെയാണ് ഫയർമാനിലേക്ക് വന്നത്? ഫയർമാനിൽ ശരിക്കും ആ റോളിന് വേണ്ടിയിട്ട് അതൊരു സസ്പെൻസ് വില്ലനാണ്. ക്ലൈമാക്സിൽ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ആ റോൾ ശരിക്കും ഒരു ഫ്രഷ് ഫേസ് ചെയ്താൽ കൊള്ളാമെന്നുള്ള ഒരു ഇത് ഡയറക്ടറിനും പ്രൊഡ്യൂസറിനും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ റോളിന് വേണ്ടി ഒരു ഹണ്ട് നടക്കുമ്പോഴായിരുന്നു എൻ്റെ ഒരു ഫോട്ടോ മാഗസിനിൽ കണ്ടിട്ട് പ്രൊഡ്യൂസറുടെ സണ്ണ് കൊണ്ടുപോയി ഡയറക്ടറുടെ അടുത്തും പ്രൊഡ്യൂസറുടെ അടുത്തും കാണിച്ച് ഇമ്മീഡിയറ്റ്ലി അവരും ഓക്കെ പറഞ്ഞു. എന്നെ കണ്ടിട്ടൊന്നുമല്ല, അച്ഛൻ്റെ ആ ഒരു ഇത് തന്നെ ഓബിയസ്ലി അതാണ്. അപ്പൊ കുറെ നല്ല ബിയർഡ്, കുറെ താടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരി ഓക്കെ ഇതായിരിക്കും പെർഫെക്റ്റ് എന്ന് പറഞ്ഞ് അവർ മമ്മൂക്കയുടെ അടുത്ത് പോയി ചോദിച്ചു. മമ്മൂക്ക ഇമ്മീഡിയറ്റ്ലി ഓക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അപ്പുറത്തെ ഡയറക്ടർ ദീപു ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമായിരുന്നു ഈ കാര്യം പറയാൻ പോയപ്പോൾ മമ്മൂക്കാണ് ഭയങ്കര ഏതോ മൂഡ് ഓഫിലായിരുന്നു, വേറെ ഏതോ ഒരു കാര്യത്തിൽ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. പക്ഷെ ഇവര് പോയി ഈ കാര്യം പറഞ്ഞ് ഇങ്ങനെ രതീഷിന്റെ സണ്ണാണ്, അവനെ നമ്മൾ ഈ പടത്തിൽ ആക്ട് ചെയ്യിപ്പിക്കാൻ പറഞ്ഞോണ്ടേ മമ്മൂക്ക ടോട്ടലി ആ മൂഡ് ഔട്ടിലിരുന്ന് മാറി ഭയങ്കര എനർജറ്റിക് ആയി. ഫുഡൊക്കെ എല്ലാവരും കഴിക്കും പറഞ്ഞ് എല്ലാവരെയും കഴിപ്പിക്കുന്നതും അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതൊക്കെ ഈ എക്സാക്ട്ലി മമ്മൂക്ക ഇത്ര ഹാപ്പി ആവാനുള്ള കാര്യം ഇവർ പോയി മമ്മൂക്കനെ കാണുന്നതിന് ഒരു 1 വീക്ക് ബാക്ക് ഞാൻ മമ്മൂക്കനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മമ്മൂക്കയുടെ അടുത്ത് പറഞ്ഞ് ഞാൻ ഇങ്ങനെ എനിക്ക് മൂവീസിൽ ചെയ്യണം, അപ്പൊ മമ്മൂക്ക എന്നെ ഹെൽപ്പ് ചെയ്താൽ ഉറപ്പായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. സോ അതേപോലെ കോയിൻസിഡന്റ്ലി ഇവർ 1 വീക്ക് കഴിഞ്ഞു. അപ്പൊ മമ്മൂക്ക വാസ് ഓൾസോ ഹാപ്പി, എനിക്കും അത് വളരെ സന്തോഷമുണ്ട്. ഫൈറ്റ് സീക്വൻസ് ഒക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ബിക്കോസ് മമ്മൂക്കയുടെ ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അത്രയ്ക്കും ടെൻഷൻ ഉണ്ട് നമുക്ക്. പക്ഷെ മമ്മൂക്ക അത് അത്രയും കൂളായിട്ടാണ് നമ്മുടെ അടുത്ത് ചെയ്യുന്നത്. ഇപ്പോൾ ഈ അച്ചാദനില് ഒരു നല്ലൊരു ക്ലൈമാക്സിൽ ഒരു വലിയ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അപ്പോൾ ആ ഫൈറ്റ് സീക്വൻസിൽ മമ്മൂക്ക എല്ലാം ഇടിയാണ്. മമ്മൂക്കനെ നമുക്ക് ഇടിക്കാൻ പറ്റത്തില്ല, മമ്മൂക്ക ഫുൾ നമ്മളെ ഇടിയാണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ ഒക്കെ അടി കൊള്ളും, വലിയ അടിയായിരിക്കത്തില്ല. അപ്പോൾ മമ്മൂക്ക ആ ഒരു ക്യാരിങ് ആണ് മമ്മൂക്കയ്ക്ക്. ഉടനെ ഉടനെ ചോദിക്കും, എടാ എനിക്ക് അടി കൊണ്ടോ വല്ലതും കൊണ്ടെങ്കിൽ പറയും. ഞാൻ പറയും ഇല്ല മമ്മൂക്ക എല്ലാം അടിച്ചാലും കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ മമ്മൂക്ക പറയും അത് കറക്റ്റാടാ, ഞാൻ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുറേ അടി മടിച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ ഇപ്പം തിരിച്ചു തന്നോളാം. ഓക്കെ മമ്മൂക്ക.
ഇനി നമുക്ക് കുറച്ച് വീട്ടുകാര്യങ്ങൾ ഇപ്പൊ എനിക്ക് തോന്നുന്നത് കൂടുതൽ പേർക്കും അറിയാൻ ആഗ്രഹമുള്ള കാര്യം അച്ഛൻ എങ്ങനെയായിരുന്നു വീട്ടിൽ, അല്ലെങ്കിൽ ഒരു ദിവസം അച്ഛൻ വീട്ടിലുള്ള ഒരു ദിവസം എങ്ങനെയായിരുന്നു, രാവിലെ തൊട്ട് എന്തൊക്കെയായിരുന്നു പരിപാടികൾ യൂഷ്വലി? അച്ഛൻ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ വരും. നമ്മൾക്ക് വലിയ വിവരമൊന്നുമില്ല, ലൈക്ക് അച്ഛൻ ഇങ്ങനെ ഷൂട്ടിനോ പോയിരിക്കണേ. സ്കൂളിൽ പഠിക്കുകയാണ് എല്ലാവരും. സോ ഞങ്ങളുടെ അറിവുകൾ എന്താണെന്ന് വെച്ചാൽ അച്ഛൻ എവിടെയോ വെളിയിൽ പോയിരിക്കുന്നു. ജോലിക്ക് പോവാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ സാധനങ്ങൾ വേണം. നമ്മൾ ലിസ്റ്റ് ഉണ്ട്, ടോയ്സും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ അത് ലിസ്റ്റൊക്കെ ഇട്ട് കൊടുക്കും. അച്ഛൻ വരുമ്പോൾ നമ്മൾ പറഞ്ഞതിനെക്കാട്ടിലും കൂടുതൽ ലിസ്റ്റ് കാണും. അപ്പോൾ ഇതിൽ ഉള്ള ഒരു സംഭവം എന്താ വെച്ചാൽ അപ്പോൾ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിനെക്കാട്ടിലും ഭയങ്കര ടെൻഷനാണ്. ബിക്കോസ് കൂടുതൽ ലിസ്റ്റ് ഉണ്ട്, കൂടുതൽ കാര്യങ്ങളുണ്ട്, കുറെ സംഭവങ്ങളുണ്ട്, സാധനങ്ങൾ. അപ്പോൾ ചുറ്റിയുള്ള നെയ്ബേഴ്സ് പിള്ളേർ എല്ലാവരും ഓടി വരും. അപ്പോൾ നമ്മളുടെ സാധനങ്ങളും കൂടെ അച്ഛൻ പിന്നെ അവർ ചോദിച്ചാൽ ഉടനെ എടുത്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളിന് ഭയങ്കര വിഷമമാണ്, അയ്യോ നമ്മളിന് കിട്ടിയ എക്സ്ട്രാ സാധനങ്ങൾ അവർ എടുത്തിട്ട് പോയത്. പിന്നെ അച്ഛൻ്റെ അടുത്ത് ഞങ്ങൾ പോയി പറയാം, അച്ഛൻ പറഞ്ഞതല്ല ഇപ്പൊ ഞങ്ങൾ സ്കൂളിൽ പോകാൻ മടിയാ. ശരി, ഓക്കെ, വേണ്ട, സ്കൂളിൽ പോകണ്ട. ഞങ്ങൾ അന്ന് ഒരു ദിവസം ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞത്, പക്ഷെ അച്ഛൻ ഒരു 3-4 ഡേയ്സ് പിന്നെ ഫുൾ ഭയങ്കര ഫുഡായിരിക്കും. ഫുഡ് എന്ന് വെച്ചാൽ അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് അമ്മ സൂപ്പർ ആയിട്ട് കുക്ക് ചെയ്യും. അമ്മ ഇങ്ങനെ പറയാറുണ്ടോ ഇതായിരുന്നു അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം? പറയാറുണ്ടായിരുന്നു. അച്ഛന് നാടൻ ഫുഡാണ് ഇഷ്ടം. മട്ടൺ, അങ്ങനെ ഒലത്തിയത് എന്തൊക്കെ സംഭവങ്ങളൊക്കെ അതൊക്കെയാണ് അച്ഛൻ. അപ്പോൾ അങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കണം. പിന്നെ നമ്മൾ പോയി അച്ഛൻ്റെ അടുത്ത് പറയാം, അച്ഛന് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ കാറിലിരുന്ന് പോകും. അങ്ങനെ കൂടുതലും അച്ഛനെ ആക്ടർ എന്നതിനെക്കാട്ടിലും ഞങ്ങളുടെ അച്ഛനായിട്ട് പാർവതി അധികം സംസാരിക്കാത്ത ടൈപ്പാണ്, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആണോ അതോ വീട്ടിൽ അടിയിടുന്ന ചേച്ചിയാണോ, എങ്ങനെയാ? അല്ല, ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഏജിനുള്ള വഴക്കും കാര്യങ്ങളും ഞങ്ങൾക്കുണ്ട്. ഇല്ലാണ് ആരും പറഞ്ഞ ആരും വിശ്വസിക്കത്തുമില്ല. സോ അങ്ങനത്തെ ചെറിയ ചെറിയ വഴക്കുണ്ട്, പക്ഷെ ഈക്വലി അതിനെക്കാട്ടിലും കൂടുതലും കെയറിംഗ് ആണ്. ഈ മധുരനാരങ്ങയുടെ സെറ്റിലെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്തെങ്കിലും ഫണ്ണി ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എന്താ പറയാ, ചാക്കോച്ചനെ വന്നിട്ട് ഞാൻ ചെറുപ്പത്തിൽ വെക്കേഷൻസിനൊക്കെ കേരള വരുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് പറയുന്നത് മലയാളത്തിൽ ഡാൻസ് ചെയ്യാൻ അറിയാവുന്ന ഒരേ ഹീറോ ആണ് ചാക്കോച്ചൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ ഫസ്റ്റ് മൂവി തന്നെ ചാക്കോച്ചൻ്റെ കൂടെയാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അഭിനയിക്കുന്ന സമയത്ത് എന്താ പറയുക, ഷോർട്സ് ഒക്കെ എടുക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ സോങ്സ് വന്നു, അവിടെ എനിക്ക് ആകെ പ്രശ്നമായി. എനിക്ക് ഡാൻസ് എന്ന് വെച്ചാൽ ഭയങ്കര ഇല്ല. നടന്നു വന്നപ്പോഴേ സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. ദുബായിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു സീക്വൻസ് ആണത്. സോ ഞാനും ചാക്കോച്ചനും ഇരിക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര കരച്ചിൽ, ചാക്കോച്ചൻ ഭയങ്കര ടെൻഷൻ, അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ കരച്ചിലും വിഷമത്തിലും എൻ്റെ ദേഷ്യം എക്സ്പ്രസ് ചെയ്യുന്നത് ചാക്കോച്ചൻ്റെ മുഖത്ത് അടിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ ഓക്കെ ഫൈൻ എന്നൊക്കെ പറഞ്ഞു അവിടെ പോയിരുന്ന് കരഞ്ഞു, ഗ്ലിസറിൻ ഒഴിച്ചു, കരഞ്ഞു, ചാക്കോച്ചൻ ഡയലോഗ് പറഞ്ഞു. എന്നിട്ട് അടിക്കുമ്പോൾ വിത്ത് ഇഫക്റ്റ് ആയിപ്പോയി, ടിഷ്യൂന്നായിപ്പോയി. ഞാൻ ടിഷ്യൂന്ന് പറഞ്ഞു പോയി. നായകനെ കരഞ്ഞോണ്ട് അടിക്കാണ് ടിഷ്യൂന്ന്. അതോടെ എന്താ പറയാ, പുറത്ത് ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതും ചാക്കോച്ചൻ അതെല്ലാവരുടെ അടുത്തും ഓടി നടന്ന് പറയായിരുന്നു, ഫ്ലാഷ് ആക്കി കൊടുത്ത്. പിന്നെ ഒരാഴ്ചത്തോളം ഞാൻ ലൊക്കേഷനിൽ വരുമ്പോൾ എല്ലാവരും ഗുഡ് മോർണിംഗ് ടിഷ്യൂം, ടിഷ്യൂം ഇങ്ങനെയായിരുന്നു ചോദിക്കുന്നുണ്ടായിരുന്നത്. യെസ്, അപ്പൊ എന്തായാലും നമുക്ക് ഇവരുടെ കൂടുതൽ സിനിമാ വിശേഷങ്ങളിലേക്കും വേറെ കുടുംബ വിശേഷങ്ങളിലേക്കും ഒക്കെ തിരിച്ചു വരാം. ഇപ്പൊ കുറച്ച് സമയം ഗസ്റ്റ് സീറ്റിലേക്ക് പോവാം, എന്നിട്ട് നമുക്ക് ഇവിടെ ഇനി എന്താ നടക്കാൻ പോകുന്നത് കാണാം. വയറല്ല, മതളകി പൊട്ടി പൊട്ടി എല്ലാം പൊട്ടി. നിങ്ങളെന്താ പൊട്ടി എന്ന് പറഞ്ഞ സെലോട്ടോപ്പ് വെച്ച് പൊട്ടിച്ചാ പോരെ? ആനക്ക് മതം പൊട്ടി. അത് നമ്മുടെ പെറ്റിക്കോട്ട് രാമേന്ദ്രനല്ലേ? നെറ്റിക്കോട് രാമേന്ദ്രൻ. നെറ്റിക്കോട് രാമേന്ദ്രൻ, എനിക്കറിയാം നെറ്റിക്കോട് രാമേന്ദ്രൻ. ഇത്ര ദൂരം നീ കണ്ടിട്ടൊക്കെ മനസ്സിലാക്കിയത്? അതെ, ഞാൻ ഈ ആനപ്രേമി സംഘത്തിന്റെ പ്രസിഡന്റാണ്. കേരളത്തിലെ ഏത് ആന നടന്നു വരുന്ന കണ്ടാലും എനിക്ക് എന്റെ പേര് പറയാൻ പറ്റും. എന്താ പേര് പറഞ്ഞ? ആനക്കാട്ട് ലീപ്പച്ചൻ. പള്ളിക്കൂടത്ത് പോയിട്ടില്ല, മരം വെട്ടുകാരനായിരുന്നു അച്ഛൻ. കറക്റ്റ് എല്ലാം പഠിച്ചു വെച്ചേക്കാണ്. ഞാൻ ആനയുടെ ഒരു പടം എടുത്തിട്ട് വരാം. ഇപ്പൊ അങ്ങോട്ട് പോണ്ട, ഇപ്പം പടെടുക്കാൻ പോയാ നീ ചുമരമേൽ പടായി പോകും. വഴക്ക് പറയില്ല, നിങ്ങളെന്താ വഴക്ക് പറയണേ? ഞാനൊരു ആനപ്രേമി സംഘത്തിന്റെ പ്രസിഡന്റാണ്. എന്റെ മുമ്പിൽ ചാനൽ വഴക്ക് പറയാൻ പാടില്ല. ഞങ്ങൾ മക്കളെ പോലെ ആനയെ നോക്കണത്, മനസ്സിലായോ? ഒരു സ്നേഹം കൊണ്ട് വേണം ആനേനെ മെരുക്കാൻ.
സ്നേഹം കൊടുത്താൽ സ്നേഹം തിരിച്ചു തരുന്ന ജീവിയാണ് ആന. നിങ്ങൾക്ക് ആനയെ പറ്റി അറിയില്ല, അതുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു. ഞാനാരാന്ന് എനിക്ക് മനസ്സിലായില്ലേ ഇതില്? ഇല്ല. എടോ ആ ആനയുടെ രണ്ടാം പാപ്പാനാന്ന് ഞാൻ. രണ്ടാം പാപ്പാനോ? അപ്പൊ ഒന്നാം പാപ്പൻ എവിടെ? ഒന്നാം പാപ്പനാന്നതാ കൊമ്പിന് ആടി കളിക്കുന്നുണ്ടല്ലേ, കൊമ്പ് പിടിച്ച്. അതാ എന്റെ നെറ്റിക്കോട് രാമേന്ദ്രൻ ഇത് എന്ത് പറ്റി? ഇങ്ങനെ ഉണ്ടാവാറില്ല. നെറ്റിക്കോട്ട് രാമേന്ദ്രൻ മതളിക നെറ്റിക്കോട്ട് രാമേന്ദ്രനല്ല, പിന്നെ തട്ടിക്കൂട്ട് രാമേന്ദ്രനാ. അതാ കാലിന്റെ ഇടയിൽ നിന്ന് ആ പാപ്പൻ കാലിന്റെ ഇടയിൽ തട്ടി കളിക്കുന്ന പാവ. ഞാൻ അങ്ങോട്ട് പോവാതെ തന്നെ ബാക്കി. അല്ല, ഞാൻ ഇവിടെ വരാനുള്ള കാരണം എന്താ ചെയ്യാനാ? ആനയാ ഇവിടെ ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു പനിനീര് തെളിക്കാൻ വേണ്ടിട്ട് വന്നതാ. ഇതാണ് നിങ്ങളുടെ കുഴപ്പം. ആവശ്യത്തിന് അനാവശ്യത്തിന് ആനെ കൊണ്ട് വരെ പണി പിടിപ്പിക്കും. നിങ്ങൾ ഈ ആനേനെ ഉത്സവപ്പറമ്പേക്ക് ഇങ്ങനെ നടത്തല്ലോ കൊണ്ടുപോണ്, റോട്ടിൽ കൂടെ, ചൂടുള്ള റോട്ടിൽ കൂടെ. അല്ലല്ല, നമ്മൾ ലോറി കയറ്റി കൊണ്ടുപോക്കണ്ടല്ലോ. ലോറി കൊണ്ടുപോയിട്ട് ആന മറിഞ്ഞു വിട്ട് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. എന്നാ പിന്നെ നമ്മൾ വോൾവോ ബസ് കൊണ്ടുപോകാൻ എന്താ പറ്റുക? ആനക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടാവും അതിലൊക്കെ. അതൊക്കെ മനസ്സിലായി. നിങ്ങൾ ആനേനെ നടത്തി കൊണ്ടുപോകും. എന്നിട്ട് ഉത്സവപ്പറമ്പിൽ എത്തിക്കഴിഞ്ഞാൽ തടിമാടന്മാരുമായിട്ട് രണ്ടാല് ആൾക്കാർ പുറത്ത് കയറിയിരിക്കും. പിന്നെ ചെണ്ട, കുഴല്, ബഹളം. അതിന്റെ ഇടയ്ക്ക് അമ്മിട്ട് കൊടുന്ന് ബാക്കിൽ കൊടുന്ന് പൊട്ടിക്കും. പിന്നെ ഏത് ആന മതളകാതിരിക്കുക? അതൊന്നുമല്ല ആനക്ക് മതളകുന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഉത്സവപ്പറമ്പിൽ ചുറ്റും ആളിങ്ങനെ ഉണ്ടാവുമല്ലോ. അതിൽ പെൺകുട്ടികൾ ഉണ്ടാവും, പെണ്ണുങ്ങൾ ഉണ്ടാവും, ആൺകുട്ടികൾ ഉണ്ടാവും, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ ആന ഇങ്ങനെ ഒന്നും ഉടുക്കാണ്ടല്ലേ നിൽക്കുന്നത് ഇങ്ങനെ. അപ്പൊ നാണം കൊണ്ട് ചമ്മീറ്റ് ഒളിച്ചോടി പോകുന്നത് അങ്ങനെ. അതല്ല, ഞാൻ സമ്മതിക്കില്ല. അങ്ങനെയല്ല, നിങ്ങൾ വെറുതെ പാപ്പന്മാര് പറഞ്ഞ അങ്ങനെയല്ല. എന്നാ പിന്നെ നിങ്ങൾ ഒന്നും ഉടുത്തോണില്ല, നിങ്ങൾ നിങ്ങൾ ഓടിപ്പോവില്ലേ? ഞാൻ നിൽക്കൂല, ഞാൻ പോവും. അതന്നെയാ പറഞ്ഞത്. അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇങ്ങനെ കുനിഞ്ഞിന്ന് നിങ്ങൾ പുറത്ത് 4 പേര് ഇരുന്നിട്ട് അമിട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓടില്ലേ? ഞാനോടും. അതുകൊണ്ട് ആന വെപ്രാളം കാണിക്കാണ്. ഈ ജനങ്ങളുടെ വാശി തീർക്കാൻ വേണ്ടി നിങ്ങൾ ആനേനെ ബലിയാടാക്കാണ്. ബലിയാട്. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ എല്ലാം ശരിയാ, പക്ഷെ ഇത് ശരിയായിട്ടില്ല. എന്ത്? ആനേനെ ബലി ആടാക്കാനാ. അതെങ്ങനെയാ ബലി ആടാക്കുക? ബലി ആന ആക്കരുത്. ബലി ആനയാക്കാനാ അങ്ങനെ പറയും. പക്ഷെ അനക്ക് ഇതല്ല പ്രശ്നം. ഇതെന്തിനാ ഈ ഉത്സവമല്ല ഈ ആനേനെ തന്നെ കൊണ്ടുപോകുന്നില്ല? അതറിയില്ലേ? ഇല്ല. കരയിലെ ഏറ്റവും വലിയ ജീവി ആനയാണ്. കരയുന്ന ഏറ്റവും വലിയ ജീവി ചന്ദനമലയിലെ അമൃതയല്ലേ? അത് മറ്റേ ബോംബെ, ഹൈദരാബാദ് ഒക്കെ വിദേശ രാജ്യം എന്ന് പറഞ്ഞ ഒരു അല്ലാത്ത ജീവിയാണ്. ആ ജീവിയല്ല ഇത്. നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കല്ലോ, കടലിലെ ഏറ്റവും വലിയ ജീവി, കരയിലെ ഏറ്റവും വലിയ ജീവി. പഠിച്ചിട്ടില്ലേ? ഞാൻ പഠിച്ചിട്ടില്ല. എന്താ? സ്കൂളിൽ പോയിട്ടില്ല. അതാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് തന്നെ ഒരു നെറ്റിപ്പട്ടം കെട്ടിയിട്ട് ഒരു ഉത്സവപ്പറമ്പിൽ നിർത്തി കഴിഞ്ഞാൽ ആരെങ്കിലും കാണോ? ഞാൻ വെറുതെ നിന്നാ പോലും ഒരാളും തന്നെ കാണില്ല. ഉള്ളതല്ലേ താൻ. ഇത് പിന്നെ ആനേനെ ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ പൂരപ്പറമ്പിന്റെ എവിടെ നിന്നാലും നമുക്ക് ആനേനെ കാണാം. അതുകൊണ്ടാണ് ആനേനെ ഇങ്ങനെ നെറ്റിപ്പട്ടം കെട്ടി നമ്മൾ. അതുകൊണ്ടതല്ലേ? അതെ. അപ്പൊ വംശനാശം വന്നു പോയാ ദിനോസറിനല്ലേ എന്ത് ഭാഗ്യ? ദിനോസറാ അല്ലേ? പിന്നെ ദിനോസറിനല്ലേ നെറ്റിപ്പട്ടം കെട്ടി നിർത്തിക്കുക? നല്ല രസം ഉണ്ടാവും അല്ലേ? നല്ല നെറ്റിപ്പട്ടം കെട്ടി 3-4 ആളും തടമ്പെല്ലാം വെച്ച് എന്ന് പറയാൻ നല്ല രസം ഉണ്ടായില്ലേ? അത് ശരിയാണല്ലോ. അപ്പൊ ദിനോസറിന്റെ മറ്റു പേരുകൾക്ക് നല്ല രസമായിരിക്കും. മന്ദലാകുന്ന് ഗണപതി ദിനോസർ, ഗുരുവായൂർ കേശവൻ ദിനോസർ, പാമ്പാടി രാജൻ ദിനോസർ. രസമായിരിക്കും. അപ്പൊ ഞങ്ങൾ പേര് മാറ്റി തരും. ആനപ്രേമി സംഘം മാറ്റിയിട്ട് ദിനോസർ പ്രേമി സംഘം അങ്ങനെ ആക്കേണ്ടി വരും അല്ലേ? പിന്നെ ആനവാലിന്റെ മോതിരല്ലേ, അത് രസമായിരിക്കും. മോതിരം വലിയ വാലല്ലേ, അപ്പൊ മോതിരം പറ്റില്ല, വളയാക്കേണ്ടി വരും. നിന്നോടാ പറഞ്ഞേ. എടാ ആനയോട് പറഞ്ഞ ബോഡി താഴെയിടാനേ. ബോഡിയാ? പാപ്പാൻ ഇപ്പൊ ഏകദേശം ഡെഡ് ബോഡി ആയിട്ടുണ്ടാവും. എന്റെ പൊന്നിയായിട്ട് ചേട്ടൻ ഇവിടെ നിൽക്കല്ല, അവിടെ പോയിട്ട് ആനേനെ മെരിക്കാൻ നോക്ക്. അതിനെ കട്ടി നല്ല ആനന്റെ അടുത്ത് മരിക്കാൻ നോക്കുന്ന് പറഞ്ഞല്ലേ? ഈ ആനേനെ മെരിക്കാൻ യാതൊരു രക്ഷയില്ലേ? ഒരു രക്ഷയില്ലേ? രക്ഷയുണ്ട്. മയക്ക് വെടി വെക്കാനുള്ള ആളെ വിളിച്ചിട്ടുണ്ട്, അയാൾ ഇപ്പം വരും. മഴയ്ക്ക് വെടി വെച്ചിട്ട് ആനയ്ക്ക് എന്താ കാര്യം? എടോ മഴക്ക് വെടി വെക്കാനല്ല, മയക്ക് വെടി വെക്കാൻ ആള് വരും. പക്ഷേ ഈ മയക്ക് വെടി അല്ലാതെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. എന്താ? നിങ്ങൾ ആനശാസ്ത്രം വായിച്ചിട്ടില്ലേ? ഇല്ല. പിന്നെ താൻ എങ്ങനെ ആനപ്പാപ്പനായി? തനിക്ക് എന്ത് യോഗ്യതയുള്ള ആനപ്പാപ്പനാവാൻ? ഞാൻ ചെറുപ്പത്തിൽ യുധിഷ്ഠിരനായിട്ട് വേഷം കെട്ടിയിട്ടുണ്ട്. യുധിഷ്ഠിരനായിട്ട്? ആ യുധിഷ്ഠിരനായിട്ട് വേഷം കെട്ടി മന്ത്രി പോലും ആവാം, കുഴപ്പമില്ല. അതായത് ഈ ആനശാസ്ത്രത്തിൽ പറയുന്നത്, എന്റെ അച്ഛൻ, ഞാൻ ആനപ്രേമിയുള്ള കാരണം എന്താണെന്നറിയോ? ആനശാസ്ത്രത്തിൽ പറയുന്നുണ്ട് കണ്ണിൽ നോക്കി ആനേനെ മെരുക്കാന്ന് പറയുന്നുണ്ട്. എന്റെ അച്ഛൻ അതുപോലെ കണ്ണിൽ നോക്കി ആനേനെ മെരുക്കുന്ന ഒരാളായിരുന്നു. അതെ. എന്നാ പിന്നെ നീ വേഗം അച്ഛനെ വിളിച്ചോണ്ടോ ഇതിനെ മെരുക്കാലോ? അല്ല, അച്ഛൻ മരിച്ചുപോയി. അയ്യോ, എങ്ങനെ മരിച്ചേ? അതായത് തൃപ്രയാർ അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. അപ്പൊ ആന അടഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം. ആൾക്കാർ വന്ന് പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു, വന്നിട്ട് ചേട്ടൻ ആനേനെ കണ്ണിൽ നോക്കി മെരുക്കണം എന്ന് പറഞ്ഞു. അച്ഛൻ ചെന്നു. ആന ഭയങ്കര പ്രശ്നമായിട്ട് ഇങ്ങനെ ആകെ പ്രശ്നം. അച്ഛനിങ്ങനെ നിന്നിട്ട് ആനന്റെ കണ്ണിലേക്ക് ഇങ്ങനെ തുറച്ചു നോക്കി. ആനന്റെ കണ്ണിലിങ്ങനെ തുറച്ചു നോക്കി ആന മെരുങ്ങൂലേ? ഇങ്ങനെ മരിച്ചെന്ന് പറഞ്ഞ എങ്ങനെയാ? ആനയുടെ തുമ്പിക്കൈ ഇങ്ങനെ കാലിൽ ചുറ്റി. അപ്പൊ കണ്ടില്ലേ? കണ്ണി നോക്കി നിൽക്കുമ്പോ അങ്ങനെ തുമ്പിക്കൈ കാണുക. അതിങ്ങനെ അടി കൂടെ വന്നിട്ട് ചുറ്റിയിട്ട് അച്ഛനെ വലിച്ചങ്ങടെ എറിഞ്ഞു. അച്ഛൻ പറന്നു പോയി മരിച്ചു. അതെ. അന്ന് മുതല് എനിക്ക് ആന എന്ന് പറഞ്ഞ ജീവനാ. നല്ല മോനാ. അച്ഛനെ കൊല്ലുന്ന കണ്ടിട്ട് ആനയോട് പ്രേമം. അതെന്താ കാര്യം അറിയോ? അച്ഛന്റെ കാലശേഷം കുടുംബസ്വത്ത് എനിക്ക്, അങ്ങനെയാണ് ആധാരത്തിൽ എഴുതിയേക്കുന്നത്. അപ്പൊ ആന കാരണമല്ല അച്ഛൻ കാലം ചെയ്തത്. ആനനെ ഞാൻ സ്നേഹിക്കണ്ടേ? അന്ന് മുതൽ ഞാനപ്രേമിയായി. മോനെ, എടാ മോനെ അവിടെ ഇരിക്കണം, നീ പ്രശ്നം ഉണ്ടാക്കല്ലേ മോനെ. എടാ മോനെ, നീ എന്തെങ്കിലും അവിടെ ഇരിക്കും മോനെ, ഞാൻ പറയണു മോനെ.
ഈ നായിന്റെ മോനെ വെടിവെക്കാൻ ആരെങ്കിലും വരുമോ? വരും. നല്ല ആനപ്രേമി തന്നെ, ഭയങ്കര ആനപ്രേമെന്ന് പറഞ്ഞാൽ എന്താ? പ്രേമം മൊത്തം ഇപ്പൊ വ്യാജാണല്ലോ. അത് ശരിയാ. എടോ ആനക്കെന്തായി? ആനക്ക് ഏകദേശം ഒരു 10 വയസ്സുണ്ടാവും. എടോ ആനയുടെ വയസ്സല്ല ചോച്ചേ, ആന വയലന്റ് ആണല്ലേ. ആ വയലായ കൊണ്ടല്ലേ രക്ഷപ്പെട്ടെ, അല്ലെങ്കിൽ റോഡ് ചാനത്തിൽ എന്തൊക്കെ തട്ടി മറിച്ച് ആകെ രക്ഷപ്പെട്ടു. അതല്ലടോ ഞാൻ പറഞ്ഞേ, ആന വയലന്റ് ആണല്ലേ. ആന വയലന്റാ? വയലന്റ് ആന. വയലന്റ് ആന. ആന വയലന്റാ. വയലന്റ് ആന. വയലന്റ് ആന. എടോ താനാരാ? ഇത് കണ്ടിട്ട് വല്ല പാപ്പാൻ. താനാ പാപ്പാൻ? അതെ. ഇവനെ പോലുള്ള ആളുകൾ മദ്യപിച്ചിട്ടേ ആനയെ പീഡിപ്പിക്കുന്നോണ്ടാ ഈ ആനയ്ക്കൊക്കെ മതം പൊട്ടണേ. അത് ശരി, താൻ ആനനെ പീഡിപ്പിക്കാറുണ്ടോ? എന്റെ മോനെ പോലെയാണ് ഞാൻ ആനയെ വളർത്തുന്നത്. എന്നിട്ടാണ് മോൻ ഓടിച്ചിട്ട് കുത്താൻ വന്നേ. അതൊരു പിഴച്ച സന്തതിയായി പോയി, അതുകൊണ്ടാ. കരയല്ല കരയല്ല. ചേട്ടാ ചേട്ടാ പാപ്പ ചേട്ടാ ചേട്ടാ ഇത്രയും കരയനെ കൊണ്ട് ഞാൻ ചോദിക്കുവോ, എന്ത് പറ്റി? ഞാൻ എന്റെ മോനെ പോലെ കരുതുന്നത്, എന്റെ മക്കളെ പോലെ ഞാൻ ആനേനെ കരുതുന്ന. അപ്പൊ ഇങ്ങനെ പറയാൻ പാടുണ്ടോ ഇവര്? അതുകൊണ്ടാ. അല്ല അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ചേട്ടൻ ഇത്രയും ആത്മാർത്ഥയോട് ഈ കരയനെ കൊണ്ടാണ് ഞാനും ഇത് ചോദിക്കാനുള്ള കാര്യം. ചേട്ടൻ കരയണ കണ്ടിട്ട് എനിക്കും കരച്ചിൽ വരുന്നത്. ഈ പള്ളിപ്പെരുന്നാളിലും പിന്നെ അമ്പലോത്സവങ്ങളിലൊക്കെ ആനേനെ നിരോധിക്കാൻ പോവാണ്. അങ്ങനെ ചെയ്താൽ പിന്നെ ചേട്ടൻ എന്ത് ചെയ്യും? അങ്ങനെ ഉണ്ടോ? എന്ത് ജോലിക്ക് പിന്നെ പോവാന്ന് ചോദിക്കണത്? അങ്ങനെ ആകുമ്പോ പിന്നെ ഞാൻ JCB ഡ്രൈവർ ആയിക്കോളാം. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ആനേനെ പോലെ തന്നെയാണല്ലോ, തുമ്പിക്കൈയൊക്കെ ഉണ്ട്. പിന്നെ ആന പോകുന്ന സ്ഥലത്തൊക്കെ വൃത്തിയാക്കിയിട്ട് പോകും, JCB വൃത്തിയാക്കിയിട്ടാ പോവുക. പിന്നെ തടി പിടിക്കാനും JCB പോവും, ആനയും പോവും. അപ്പൊ അതല്ലേ നല്ലത്, അതാ നല്ലത്. ആന നടക്കുന്ന വഴിയിലൊക്കെ പെണ്ടോടും. അതെനിക്കിടാൻ പറ്റില്ല. ആനകളോട് നല്ല പ്രേമമുള്ള ആളാണെന്ന് പറഞ്ഞു കേട്ടു. അതെ. അപ്പോ ഇത്രയ്ക്ക് പ്രേമം തോന്നാൻ കാരണം എന്താണ്? എന്റെ അച്ഛനാണ് ശരിക്കും അതിന് പ്രേമം തോന്നാൻ കാരണം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കും ആനേനെ ഭയങ്കര കുട്ടിക്കാലം മുതൽ നമ്മൾ ആന എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ സിനിമാ താരങ്ങൾക്ക് വരെ ആനേനെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആന ഒരുപാട് സംഭാവന നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷന്. നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ തന്നെ കേട്ടിട്ടില്ലേ, ആനയ്ക്ക് സംഭാവന, ആനയ്ക്ക് സംഭാവന കേട്ടിട്ടില്ലേ? പിന്നെ നമ്മൾ ട്രെയിനിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഹാർമോണിയെ പറ്റിയായിട്ട് ആൾക്കാർ വരും. ആനയ്ക്ക് ഉസ്കി ജാനെ ബഹാനാ, ജാനയ്ക്ക് ഉസ്കി ജാനെ ബഹാനാ, ബഡി മസ്തായേഗി മേരി ദിൽറുബാ. ഈ മുമ്പേ ട്രെയിനിൽ പാടുന്നതിന് പണിയല്ലേ? അല്ല, എനിക്കത് ആരാന്ന് അങ്ങോട്ട് ശരിക്കും മനസ്സിലായില്ല. അത് മനസ്സിലായില്ലേ? ഇല്ല. നമ്മുടെ പഴയ സൂപ്പർ സ്റ്റാർ രതീഷിനെ അറിയോ? രതീഷ് സാറ്, രതീഷ് കമ്മീഷണറിലൊക്കെ അടിച്ചു പൊളിച്ച നമ്മുടെ രതീഷ് സാറിന്റെ 2 മക്കളാ സിനിമാടന്മാരാണ്. രതീഷ് സാറിന്റെ ശരിക്കും രതീഷ് സാറ് ചെറുതായിരിക്കുന്ന പോലെ തന്നെ ഉണ്ട്. അവർക്ക് പണിനീര് തെളിക്കാൻ വേണ്ടിട്ട് ആനനെ കൊണ്ടുവന്നു. അവര് എന്ത് ദൈവമേ. ഞാനുണ്ടല്ലോ ഈ കമ്മീഷണർ സിനിമ ഇറങ്ങിയ സമയത്ത് രതീഷ് സാറിന്റെ സൗണ്ട് പറയും. അപ്പൊ എന്റെ ഭാര്യ ഭയങ്കര കൈയടിയായിരിക്കും വീട്ടിലിരുന്ന്. അതെ, വീട്ടിൽ ഒന്ന് പറയട്ടെ സാറേ, ഒരു ആഗ്രഹമാണ്. ചർക്കയിൽ നൂൽത്തെടുത്ത കതർ കൊണ്ട് തൊപ്പിയും പാളത്താറും വേഷ്ടിയും ധരിച്ചിരുന്ന പഴയ ദരിദ്രവാസി രാഷ്ട്രീയ ദില്ലിയല്ല, അവരപ്പാടെ പടിയടച്ച് പിണ്ടം വെച്ച് ഹൈടെക്കിലും ബ്ലൂ ചിപ്പിലും കമ്പ്യൂട്ടറിലും ബ്രിംബാഗിലും എല്ലാം പുതിയ രാഷ്ട്രീയ സമസ്യകൾക്ക് ഉത്തരം കണ്ടെത്തുന്ന പുതിയ ഡൽഹി, സമ്പുഷ്ടാൽ ഡൽഹി. കേരളം നിത്താവട്ടത്തിൽ കിടന്ന് ഒരു സാധാ പോലീസ് ഉദ്യോഗസ്ഥനുമായി തായം കളിക്കാൻ ഈ മോഹൻ തോമസ് തയ്യാറല്ല എന്നല്ല, താല്പര്യമില്ല. ഐ നോട്ട് ഇൻട്രസ്റ്റഡ്. ഇങ്ങോട്ട് വന്നേ. താൻ എന്ത് കാണിക്കുന്നത്? എവിടെ ആന അടഞ്ഞാലും അപ്പൊ വന്നിട്ട് മൊബൈലിൽ പിടിക്കാൻ, ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ഇടുക. ഞാൻ ആനപ്രേമി സംഘത്തിന്റെ പ്രസിഡന്റ്, എവിടെ മൊബൈൽ എടുക്കാൻ പറ്റില്ല. ഞാൻ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെ ആന അടഞ്ഞാലും ഞാനത് മൊബൈലിൽ പകർത്തും. അത് സമ്മതിക്കില്ല ഞങ്ങൾ ഇവിടെ. എടോ തനിക്ക് എന്നെ മനസ്സിലായോ? ആരാ? എടോ ഞാൻ എലിഫന്റ് സ്ക്വാഡിൽ ഒരു ഓഫീസറാണ്. അത് ശരി, നിങ്ങളാണ് അത്. 1 മണിക്കൂർ സമയമല്ലേ വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പൊ വേണം വെടിവെക്ക്, മയക്ക് വെടിവെക്ക്. ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. ആനപ്പാപ്പാനും നാട്ടുകാരൊക്കെ പറയുമ്പോ തന്നെ വെടിവെക്കാൻ പറ്റില്ല. ഇതിന് ലീഗലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് കാര്യം? ചുരുങ്ങിയത് ഒരു ആന അടഞ്ഞു കഴിഞ്ഞാൽ 2 പേരെങ്കിലും തട്ടണം. പിന്നെ ഒരുപാട് നാശനഷ്ടം വരുത്തണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് പാപ്പാന് തളയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രമേ ഞങ്ങൾ കാര്യങ്ങളൊക്കെ എഴുതി ഇതൊക്കെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്ത് അവിടെ സാങ്ഷൻ വാങ്ങാൻ മാത്രമേ ഞങ്ങൾക്ക് ഇത് വെടിവെക്കാൻ പറ്റൂ. അല്ലെങ്കിലേ എന്റെയും സാറിന്റെയും പണി പോവും. ഇപ്പൊ ആകെ പ്രശ്നമായിട്ട് ഇപ്പൊ വെടിവെക്കാറായിട്ടല്ലോ. ഇപ്പൊ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. സാർ ഇപ്പൊ എത്തും.
എവിടേക്ക് പോണേ എടോ, ആനേനും ചങ്ങല കിട്ടില്ലേ? ആ ചങ്ങല കിട്ടിട്ടുണ്ട്. എന്നിട്ട് താരാട്ട് വഴി ചാടി ഉറക്കി തരാം. എന്നിട്ട് മയക്കുവെടി വെച്ചോ. സാർ എന്ത് വർത്താനം പറയണേ സാറേ? ഈ ആന എന്ത് ചൂടനാ. ഓ, ഈ ആനേന്റെ പേര് ഇന്ദു ചൂടെന്നാണല്ലേ? നല്ല പേര്. ഇന്ന് ചൂടൊന്നല്ല പറഞ്ഞെടുക്കണേ. ഭയങ്കര ചൂടനായി ആനാന്ന് പറഞ്ഞിട്ട് സാറ് ആകെ പ്രശ്നമായിരിക്കണം. നോക്കിയാനേനെ സാർ പെട്ടെന്ന് വെടിവെക്ക്. വെടിവെക്കാൻ ഞാനവിടെ ശിക്കാരി ശമ്പുവോ? ഇവിടെ സർക്കാരിന് ഓർഡർ വരണം. അതിനാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻ പോളിസി. ഇതൊക്കെ ചെയ്ത് എനിക്ക് പറ്റുള്ളൂ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ 8 ആളും കടം മരിക്കും. എടോ പാപ്പാനെ, അതല്ല, ഇതിനൊക്കെ കുറച്ച് നിയമവശങ്ങൾ ഉണ്ടെന്ന്. സാറ് വിചാരിക്കുന്ന പോലത്തെ ഒരു ആനയല്ലത്. ഈ അടുത്ത കാലത്ത് ഈ ആന വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ലേ മെഡിക്കൽ കോളേജില്? എടോ ആ കാര്യം ഒന്ന് പറഞ്ഞു കൊടുത്തേ. അതെ, മെഡിക്കൽ കോളേജിൽ പ്രശ്നമാക്കി അത്ര വലിയ കാര്യം എന്താണ്? മെഡിക്കൽ കോളേജിലേക്ക് വിളിച്ചു. ഇന്നൊരു ആനക്ക് പനിയാണോ? അല്ല, പനിയായിട്ടൊന്നല്ല, പനിനീര് തെളിക്കാൻ വേണ്ടി മന്ത്രി വരുന്നുണ്ട്. പനിനീര് തെളിക്കാൻ. അപ്പൊ തന്നെ അവിടെ കവാടത്തിലെത്തിയ മാഷുമാരൊക്കെ വന്നിട്ട് തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞ് കേറാൻ പാടില്ല. എന്താ? ശിരോവസ്ത്രയിക്കണം. ആനയ്ക്ക് എവിടെയാണ് ശിരോവസ്ത്രമാണ്? നെറ്റിപ്പട്ട. അല്ല സാറേ, ആനയുടെ ശിരസിലാണല്ലോ നെറ്റിപ്പട്ടം കെട്ടണേ. അതാണ് ശിരോവസ്ത്രം. പരീക്ഷ ആയിരിക്കും അല്ലേ? പരീക്ഷ അന്ന് പരീക്ഷ അപ്പൊ തന്നെ ആനക്ക് വെറുപ്പ് പിടിച്ച് ആന അപ്പട് പോയി കളഞ്ഞു. ഓ, പോയി. ആ പണങ്ങി പോയി. ഈഗോ ആനയാണല്ലേ? ഈ നീഗ്രവാനൊന്നല്ല, അത് കറുത്ത വണ്ടിക്ക് തോന്നുന്നതാ. ഇല്ല, കോംപ്ലക്സിൽ ആനയാണല്ലേ? അല്ലാന്ന് കോംപ്ലക്സ് ഒന്നല്ല, നമ്മൾ നല്ല നാടൻ പട്ടിയല്ലേ കൊടുക്കല്. പട്ടയാണ് കൊടുക്കുന്നത്. പഴം അതല്ല സാർ ഉദ്ദേശിച്ചത്. നല്ല ഹെഡ് വെയിറ്റ് ഒക്കെ ഉള്ള ആനയല്ലേ ഉദ്ദേശിച്ചേ? ഹെഡിന് മാത്രമല്ല വെയിറ്റ്, എല്ലാം ആന മൊത്തത്തിൽ നല്ല വെയിറ്റാ. സാർ ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല. സാർ കാര്യം പറഞ്ഞു. ഒരു കാര്യം ചെയ്തു, റിപ്പോർട്ട് എഴുതിക്കോ. ആന ഇടയാനുള്ള കാരണം ഈഗോ പ്രോബ്ലം. ഈഗോ പ്രോബ്ലം. സാറേ, ഈഗോ പ്രോബ്ലത്തിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ, തെറ്റാണ്ട് എഴുതാനാ. ഒരു കാര്യം ചെയ്യും, അസൂയ, കുശുമ്പ് എന്ന് എഴുതിക്കോ. അപ്പൊ അസൂയാന്ന് എഴുതാം. സാറേ ഇത് പോരെ? ഇതെന്താണ് അനസൂയോ? ഇവിടെ അസൂയ പോലും അറിയാതെ തന്നെ ആരാണോ ഡിപ്പാർട്ട്മെന്റ് ഇല്ല, ഞാൻ വെട്ടി. ഇത് സാറ് ഒന്ന് വേഗം വെടിവെക്ക്. ആന പ്രശ്നമായിരിക്കണം. നിങ്ങൾ ഇങ്ങനെ നോക്കി നിക്കല്ലേ? ഇപ്പം ആനക്ക് മതളകാൻ കാരണം എന്താ? ഇപ്പം മതളകാനുള്ള കാരണം എന്ന് പറഞ്ഞാല് ആന ഇങ്ങനെ പ്രശ്നമുള്ള ആനയാണല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഇന്ന് അച്ഛാ തിന്നാണ് മധുര നാരങ്ങയും കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ പരനീര് കളിക്കാൻ. വീട് എത്തിയപ്പോ വന്ന അച്ഛാ തിന്ന എന്ന് പറഞ്ഞിട്ട് കാണുന്നുമില്ല, മധുര നാരങ്ങയില്ല. അപ്പൊ തന്നെ അവർ പിടിച്ച് ഓടിപ്പോയി പ്രശ്നമാക്കിയതാ ഇന്ന്. ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് നോക്കാം. ആനേനെ നോക്കിയിട്ട് ഇത് പിടിച്ച സാറ് നോക്കി എന്നിട്ട് ഏത് സൈഡിലെ വെടിവെക്കണേ സാറ് നോക്കും. എടോ, ഈ ആനയാണോ പ്രശ്നക്കാരെന്ന് പറഞ്ഞത്? എന്ത് നല്ല ആദിത്യമര്യാദയുള്ള ആന. എനിക്ക് പണം സ്വീകരിച്ചത് 15 കൊല്ലായി ഞാൻ ഈ ആനന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്കിതുവരെ ഒരു പഴം തന്നിട്ടില്ല. നേന്ത്രപ്പഴം മതി. നേന്ത്രപ്പഴം മതി. ഇത് ചെറുപ്പഴം നേന്ത്രപ്പഴം മതി. പഴം കണ്ട കൊണ്ട മഞ്ഞ കണ്ട പഴം കിട്ടിയ ഇല്ല, പഴം കിട്ടില്ല. പച്ച കിട്ടിയ നാളെ പഴുത്തോളൂ. അതെ, ഈ നാട്ടിലെ ആനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചാല് അവരെ നോക്കാൻ നമ്മളെ പോലത്തെ ഓഫീസർമാരുണ്ട്. എനിക്കതല്ല ഭയങ്കര ടെൻഷൻ. ഈ കാട്ടിലെ ആനയെ കുറിച്ച് ഓർത്തിട്ടാ. കാട്ടിലൊക്കെ നടക്കുന്നത് ആന വേട്ടയല്ലേ? അതെ, ഞാൻ എൻ്റെ ഒരു ചെറിയ ബുദ്ധി വെച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ. അല്ല, നിങ്ങൾ ആരാ? ഞാൻ ആനപ്രേമി സംഘത്തിന്റെ പ്രസിഡന്റ് ആണ്. കണ്ടാൽ കുരങ്ങപ്രേമിനെ പോലെ ഉണ്ടല്ലോ. അതായത് നമ്മൾ കാട്ടിൽ ആനമായിട്ട് നടക്കുന്ന പ്രധാന കാരണം അതിന്റെ കൊമ്പാണ്. നമ്മൾ കാട്ടിലെ എല്ലാ ആനയുടെ കൊമ്പ് കൊണ്ട് ഊരിയെടുക്കുക. എന്നിട്ട് ആനപ്രേമി സംഘത്തിന്റെ ഓഫീസിന്റെ ഷോക്കേസിൽ ഇങ്ങനെ നിരത്തി വെക്കുക. എന്നിട്ട് പ്ലാസ്റ്റിക്കിന്റെ കൊമ്പാണ് വെച്ചു കൊടുക്കാം. പ്ലാസ്റ്റിക് കൊമ്പാകുമ്പോ ആരും ആനമായിട്ട് നടത്തില്ല. കൊമ്പാണല്ലോ പ്രശ്നം. എന്താ ഇയാളെ പേര്? ആനക്കാട്ടിൽ ഈപ്പച്ചൻ. ഈ പേര് മാറ്റേണ്ടി വരും. എന്താണ്? വീരപ്പൻ എന്നാക്കേണ്ടി വരും. നമ്മൾ ആന ഇപ്പൊ വയലിൽ ഒന്ന് നോക്കാതെ വെടിവെക്കേണ്ട പരിപാടി നോക്കില്ല. അല്ല, അതൊന്ന് തൂങ്ങി കിടക്കുന്നതാരാ? അത് ഒന്നാം പാപ്പാൻ. അപ്പൊ നിങ്ങളോ? ഞാൻ രണ്ടാം പാപ്പാൻ. എന്തിനോട് ഈ ആനയ്ക്ക് ഒന്നാം പാപ്പൻ രണ്ടാം പാപ്പൻ? ഒരു പാപ്പാൻ പോരെ? അത് പോരാ. ആന കൊന്നിന് പോണ്ടെങ്കിൽ ഒന്നാം പാപ്പാൻ, ആനക്ക് 2 പോകാൻ രണ്ടാം പാപ്പാൻ. അപ്പൊ തീർച്ചയായിട്ടും 2 പാപ്പാൻ വേണം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, വെടിവെക്കാല്ലേ? മയക്കുവെടി വെച്ചോ. ഈ മയക്കുവെടി വെച്ച് കിട്ടാതെ പ്രശ്നം. ഒരു മിനിറ്റ്. ആനപ്രേമി സംഘത്തിന്റെ പ്രസിഡന്റ് ആണ്. മയക്കുവെടി വെക്കുന്നതിന് മുമ്പ് എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്. പറഞ്ഞോളൂ. എന്റെ മോനെ അധികം വേദനിപ്പിക്കരുത്. വേദന ഇല്ലാതെ വെടിവെക്കണം. ആണല്ലേ? ഞാൻ വെടിവെക്കുന്നില്ല. ഓക്കെ. എന്റെ കയ്യിൽ കുറച്ച് മയക്ക് ഗുളികളുണ്ട്. അത് ഞാൻ ഉരുളയാക്കി തരാം. ഇയാൾക്ക് ആനയുടെ വായിൽ കൊണ്ടുവെക്കാൻ പറ്റുമോ? ഇയാൾക്ക് പറ്റുമോ? ആനയുടെ വായിലേക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അല്ല, ചെറുതായി വേദനിച്ചോട്ടെ, കുഴപ്പമില്ല. വെടിവെക്കാലോ? വെക്കട്ടെ. കുഴപ്പമില്ല, എന്നാ വെടിവെക്കാം. പിന്നെ ഈ മയക്ക് വെടി 3 ടൈപ്പിലുണ്ട്. 3 ടൈപ്പാ? ലൈറ്റ്, മീഡിയം, സ്ട്രോങ്. ഇതിലേത് വേണം? പണ്ട് ചായക്കട നടത്തില്ല പണി. അതല്ല, ഈ ലൈറ്റ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നാണം കുടുങ്ങി. ഈ ലൈറ്റ് വെടി നമ്മൾ വെച്ച് കഴിഞ്ഞാല് ആന ഇങ്ങനെ നാണം കുടുങ്ങിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ കുടുങ്ങിയിട്ട്
തല ഇങ്ങനെ കുത്തോട്ടായിട്ട് ഇങ്ങനെ ഇരിക്കും. ആ സമയത്ത് ഞങ്ങൾ ചങ്ങല കൊണ്ട് അതിനെ കാലിൽ ബന്ധിക്കും. അടിപൊളി idea, അടിപൊളി idea. അപ്പൊ ഈ മീഡിയ എങ്ങനെയാ? മീഡിയം നിസ്സാര സംഭവമുള്ളൂ. ഈ മീഡിയം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ആന ഈ അരക്കണ്ണില്ല, ഇങ്ങനെ അരക്കണ്ണിൽ ഇങ്ങനെ മയങ്ങി പാതി മയക്കത്തിൽ. പാതി മയക്കി ഇങ്ങനെ നിൽക്കും. ഈ സമയത്ത് ആരും കാണൂല ആന. ആരും കാണൂല. ഇല്ല, ഇല്ല. അത് മതി. പക്ഷെ പാപ്പാനെ മാത്രം ആനയ്ക്ക് മനസ്സിലായി. അയ്യോ, അത് വേണ്ട. അപ്പൊ നല്ല കടുപ്പത്തിൽ 2 ഡോസ് കൂട്ടിയിട്ട് വെച്ചാൽ ഡോസ് കൂട്ടാ സ്ട്രോങ് ആയിക്കോട്ടെ. ലോഡ് ചെയ്തോളൂ കേട്ടോ. ആന ഓക്കെ അല്ലേ? സാറേ, നിങ്ങൾ എന്താ തൃശ്ശൂര് പുലിക്കളി പോലെ ഉണ്ടല്ലോ? താനേനെ വെട്ടിക്കാൻ വന്ന പുലിക്കളി കളിക്കാൻ വന്ന പുലിക്കളി അല്ല ഇത് ഉന്നം പിടിക്കുന്ന ശരിക്കും ഉന്നം പിടിച്ച് വെക്കാൻ ആനങ്ങോട്ട് വന്നോണ്ടിരിക്കാണിത്. ഓക്കെ അല്ലേ? ഓക്കെ സാർ. ഡബിൾ ഓക്കെ. അല്ല ഹലോ, നിങ്ങൾ മനസ്സിലായില്ലല്ലോ, നിങ്ങൾ ആരാ? ഇതെന്റെ പാപ്പാനാ. പാപ്പാനോ? അല്ല, ഇതെന്റെ ഭർത്താവാ. എന്തോ ചേട്ടാ. അതെ പെങ്ങളെ, അതെ ഇതുവരെ ഒന്നും പറ്റിണ്ടായിരുന്നില്ല. പെങ്ങള് വന്നപ്പോ ശരിക്കും പറ്റി. കരയണ്ട സമാധാനിക്ക്. ആനയ്ക്ക് വെക്കണ മയക്കുവെടിയാണ് പെങ്ങളെ. ആനയ്ക്ക് വെക്കണ മയക്കുവെടിയാണ്. അത് 1 മണിക്കൂർ കഴിഞ്ഞ് ആള് എഴുന്നേക്കും. മയക്കുവെടിയല്ലേ അല്ല സാറേ? അത് ആനക്ക്. പാപ്പാന്റെ കാര്യത്തില് യാതൊരു ഗ്യാരണ്ടി ഇല്ല. ഞാനിപ്പോ എന്ത് റിപ്പോർട്ടാ സാറേ എഴുതണ്ടേ? എന്നാൽ റിപ്പോർട്ട് എഴുതിക്കോ. മതമിളകിയ ആന 2 പാപ്പാനെ കൊന്നു. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദല G-Mart. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കളരിയിലെ അരുളൽ അരുളൻ. ആരാ സ്മാർട്ട് വളഞ്ഞ വഴിക്ക് ആലോചിക്കാൻ? കല്യാണം ആലോചിക്കാനുള്ള വയസ്സൊന്നും ആയിട്ടില്ല. ഇത്ര വളർന്നിട്ടുണ്ട്. 2 മാർക്ക് കൊണ്ടുപോയി. എപ്പോഴും അങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ആളാണ് മിടുക്കൻ. വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദല G-Mart. അങ്ങനെ നമ്മുടെ യുവതാരങ്ങൾ പത്മരാജും പാർവതിയും വീണ്ടും നമ്മുടെ ഒപ്പം വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഞങ്ങൾക്ക് ഇവിടെ ചില ആചാരങ്ങളുണ്ട്. ഇവിടെ വരുന്നവരെ നമ്മളങ്ങനെ പൊതുവെ വെറുതെ വിടാറില്ല. നിങ്ങൾ ഡാൻസിന്റെ കാര്യത്തിൽ നിങ്ങൾ രക്ഷപ്പെട്ടോ? പാട്ടുപാടോ? ഇല്ല. ആദ്യമേ സുല്ലു വിളിക്കുന്ന പോലെ ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനി ഇതേ ഒരു മാർഗമുള്ളൂ. എന്തെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്തിട്ട് വേണമല്ലോ പോവാൻ. അപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യം ചോദിക്കാൻ പോകുന്നത് പാർവതിയുടെ അടുത്താണ്. ഞാൻ ചില ആൾക്കാരുടെ പേരുകൾ പറയാം. ഓക്കെ, ഈ പേര് കേൾക്കുമ്പോൾ ആലോചിക്കാനുള്ള സമയമില്ല. ഇമ്മീഡിയറ്റ്ലി ഓർമ്മ വരുന്ന 3 വാക്കുകൾ പറയണം. ഓക്കെ. ഞാനിപ്പോ പത്മരാജ് എന്ന് പറയണമെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്രദർ, കെയറിങ്, ലവിങ്, അങ്ങനെ എന്തെങ്കിലും. എന്താണ് പെട്ടെന്ന് ഓർമ്മ വരുന്ന 3 വാക്കുകളാണ് പറയേണ്ടത്. ആലോചിക്കാൻ സമയമില്ല. മനസ്സിലായില്ലേ? പാർവതി, ആദ്യത്തെ വാക്ക് രജനികാന്ത്. സ്റ്റൈൽ. അത് കഴിഞ്ഞ് ഹീറോയിസം. ഓക്കെ. പിന്നെ ഇത്രയും കൂടുതൽ ആൾക്കാരെ ഇടിച്ചിടാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി. ഓക്കെ, ഏറ്റവും കൂടുതൽ ആളുകളെ ഇടിച്ചിടാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി. ലാലേട്ടൻ. നാച്ചുറൽ ആക്ടിങ്. ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ ഭയങ്കര വലിയ ഫാനാണ്. ഓക്കെ. പിന്നെ കൂടെ ഒരു മൂവി ചെയ്യാൻ ആഗ്രഹമുണ്ട്. കിലുക്കം. സഹായിക്കുന്നു. അത് പറ്റില്ല, അങ്ങോട്ട് വേറെ ഉണ്ട്. അല്ല, ഞാൻ കിലുക്കം എന്ന് പറഞ്ഞു. കിലുക്കം. ഓക്കെ. സച്ചിൻ ടെണ്ടുൽക്കർ. ഓക്കെ. ഡെഡിക്കേഷൻ. ഓക്കെ. ഹാർഡ് വർക്ക്. പിന്നെ കമ്മിറ്റ്മെന്റ്. ഓക്കെ, കമ്മിറ്റ്മെന്റ്. അപ്പോൾ പത്മരാജന് കുറച്ചും കൂടെ ക്ലിയർ ആയി തോന്നുന്നു. കറക്റ്റ് ആയിട്ട് ആളെ കുറിച്ച് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന വാക്കുകൾ. നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ, അല്ല വേണ്ട, എക്സാമ്പിൾ പറഞ്ഞാൽ ശരിയാണ്. ഓക്കെ, അപ്പോൾ പത്മരാജന്റെ ക്വസ്റ്റ്യൻസ്. മമ്മൂക്ക. ഓക്കെ. ലവിങ്, കമ്മിറ്റ്മെന്റ്. ഓക്കെ, എന്താ കൂളിംഗ് ഗ്ലാസ് പറയാത്ത? എന്താ കൂളിംഗ് ഗ്ലാസ് പറയാത്ത? എനിക്ക് മമ്മൂക്കയുടെ അടുത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ഇതൊക്കെയാണ് അല്ലേ? ആദ്യം ആ എക്സാമ്പിൾ പറയണ്ടായിരുന്നു. ഓക്കെ. ഷാറുഖ് ഖാൻ. സ്റ്റൈൽ ഐക്കോൺ. ഓക്കെ. ബാദ്ഷാ. ഓക്കെ. ആൻഡ് റിച്ച്.
ആഹാ ഓക്കെ ഇനി അടുത്ത ആള് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ് നരേന്ദ്രമോദി. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിനെ കുറിച്ച് ഞാൻ എന്ത് 3 വേർഡ്സ് അദ്ദേഹത്തിനെ കുറിച്ച് പറയാനാണല്ലോ വേർഡ്സ് ഇല്ലാത്ത. Okay. അങ്ങേരെ കുറിച്ച് പറയണെങ്കിൽ അച്ചാദൻ, അങ്ങേരുടെ അച്ചാദനാണ് നമ്മുടെ പടത്തിലെ അച്ചാദൻ. പിന്നെ ഗ്രേറ്റ് ലീഡർ. പെട്ടെന്ന് ഞങ്ങള് സുല്ല് വിളിക്കാം കേട്ടോ. ഒരു വേർഡും കൂടില്ല. ഓക്കെ ഗ്രേറ്റ് വിഷണറി. ഇനി നിങ്ങളോടും കൂടെ കൂടിയിട്ടുള്ള ചോദ്യമാണ്, പക്ഷെ ഇവർ സുല്ലിട്ട് കഴിയുമ്പോഴേക്കായിരിക്കും നമ്മൾ അങ്ങോട്ട് പാസ് ചെയ്യുക. കുസൃതി ചോദ്യങ്ങളാണ് കേട്ടോ. കുസൃതി ഉണ്ടോന്നുള്ളത് ചോദിച്ചു കഴിയുമ്പോൾ അറിയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ചിന്തിക്കേണ്ട, കുറച്ചൊന്ന് വളഞ്ഞ വഴിക്ക് ആലോചിച്ചാൽ മതി. അതിന് ആരാ സ്മാർട്ട് വളഞ്ഞ വഴിക്ക് ആലോചിക്കാൻ? ആ ഒരു കാര്യത്തിൽ അവരൊരു എതിരഭിപ്രായം പറഞ്ഞുള്ളൂ കേട്ടോ. ബാക്കി എല്ലാത്തരും ഭയങ്കര ഐക്യമായിരുന്നു. ഓക്കെ, ലോകത്തില് നമ്മളെ മുന്നേറാൻ നിരന്തരം പ്രേരിപ്പിക്കുന്ന ഒരേ ഒരാള്, ഒരു വ്യക്തിയുണ്ട്. എപ്പോഴും നമ്മൾ ഇങ്ങനെ മുന്നേറൂ എന്നിങ്ങനെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളുണ്ട്. ഒരേ ഒരാളേ ഉള്ളൂ ഇത്രയും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾ. ആരാണത്? അവിടുന്ന് ഇപ്പൊ പറയാൻ പാടില്ല കേട്ടാ, സമയമുണ്ട്, പെട്ടെന്ന് പറയാം. ക്ലൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുസൃതി ചോദ്യമാണെന്നുള്ളതാണ് ഒരു ക്ലൂ. തമിഴ്നാട്ടിലൊക്കെ ഇനിയിപ്പോ ഇങ്ങനെയാണോ കണ്ടക്ടർ റൈറ്റ് ആൻസർ. കണ്ടക്ടർ എപ്പോഴും പറയുന്നത് കയറിക്ക് എന്ന് പറയുന്നത് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആർക്ക് വേണമെങ്കിലും ആൻസർ കേട്ടോ, ഇപ്പൊ പറയാൻ പാടില്ലേ. മനുഷ്യന്റെ സ്വപ്നങ്ങളെ തല്ലി തകർക്കുന്ന സാധനം. ഉറക്കത്തിൽ തന്നെ എഴുന്നേക്കുമ്പോ ഒബ്വിയസ്ലി തല്ലി തകർക്കും. അപ്പൊ അത് 2 മാർക്ക് കൊണ്ടുപോയി. എപ്പോഴും അങ്ങനെയാണ്, ഞാൻ പറഞ്ഞില്ലേ ആളാണ് പഠിക്കുമ്പോഴും അങ്ങനെയായിരുന്നു. അതറിയില്ല, പക്ഷെ ഞാൻ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. ഓക്കെ, ഇനി കുറച്ച് വിവരം വേണം. വിവരം. ഓക്കെ, ശരി. എല്ലാ വവൽസും വരുന്ന ഒരു ഇംഗ്ലീഷ് വേർഡ് ഉണ്ട്, അത് പറയണം. ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഞാനും എവിടെയോ കേട്ടിട്ടുണ്ടായിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ അതൊന്നല്ല, കുറച്ചും കൂടെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഞാനിപ്പോ ഈ പറഞ്ഞതിനകത്ത് തന്നെ ഒരു ക്ലൂ ഉണ്ട്. പറഞ്ഞു തുടങ്ങിയില്ലേ നമ്മൾ, അതിനകത്ത് തന്നെ ഒരു ക്ലൂ ഉണ്ട്. അറിയോ ആർക്കെങ്കിലും? നമ്മുടെ ലൈഫുമായിട്ടും ഒക്കെ ഒത്തിരി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വേർഡാണ്. ലാംഗ്വേജ്. ലാംഗ്വേജിൽ ഓയും അയ്യും ഇല്ല. ഓഡിയൻസ് ആരെങ്കിലും പറയുന്നുണ്ടോ? അറിയില്ല, അതല്ല ഉത്തരം. എഡ്യൂക്കേഷൻ. അതായിരുന്നു നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ തമിഴ്നാട്ടിലാണ് പഠിച്ചു വളർന്നത്. അതുകൊണ്ട് തന്നെ മലയാളത്തിന് ഒരു ചെറിയ ഒരു പിടുത്തമുണ്ട്. പാർവതിക്ക് വേണ്ടിട്ട് ആരാ ഡബ് ചെയ്ത്? പാർവതി അല്ലല്ലോ ഡബ് ചെയ്തത്. റബീന റബി എന്ന് പറയുന്ന ചെന്നൈന്നാണ് ഡബ് ചെയ്തത്. ആൻഡ് എനിക്ക് ഫയർമാനിൽ ഞാനല്ലായിരുന്നു, പക്ഷെ അച്ചാദനിൽ ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത്. ബിക്കോസ് എന്റെ ക്യാരക്ടർ അതുപോലത്തെ ഒരു ക്യാരക്ടറാണ്. മലയാളിയാണ്, പക്ഷെ തമിഴ്നാട്ടിൽ വളർന്ന ഒരു മലയാളി. അതുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ല, ഞാൻ തന്നെ ഡബ് ചെയ്തു. അപ്പൊ ഞാൻ പറയട്ടെ, ഇനിയിപ്പോ അങ്ങോട്ടുള്ള സിനിമകളിലൊക്കെ സ്വന്തമായിട്ട് ഡബ് ചെയ്യണ്ടേ? ചെയ്യണം. അപ്പൊ നമ്മൾ കുറച്ചൊന്ന് മലയാളം കുറച്ചും കൂടെ ഒന്ന് വശത്താക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഒരു മാർഗം പറഞ്ഞുതരാം. നമുക്കൊരു ടങ് ട്വിസ്റ്റർ പറയാം. മലയാളത്തിലായിരിക്കും. അല്ല, ഞങ്ങൾ മലയാളം സംസാരിക്കണതേ ടങ് ട്വിസ്റ്റർ. കുറച്ചും കൂടെ മലയാളം നമുക്ക് ക്ലിയർ ആക്കാം. അത് ഞാനൊന്ന് പറഞ്ഞു പഠിക്കട്ടെ. മുരളി അരുളിയത് കളരിയിലെ അരുളൽ. ഓക്കെ, മുരളി അരുളിയത് കളരിയിലെ അരുളൽ. മനസ്സിലായില്ല. മുരളി ഓക്കെ, പേര്. മുരളി അരുളിയത് കളരിയിലെ അരുളൽ. തമിഴ്നാട്ടിൽ നിന്നായോണ്ട് പിടുത്തുണ്ട്. മുരളി അരുളിയത് കളരിയിലെ അരുളൽ. പെട്ടെന്ന് പറയണം, 5 പ്രാവശ്യം പറയണം. ഞാൻ പതുക്കെ കേട്ടോ. മുരളി അരുളിയത് കളരിയിലെ അരുളൽ. പെട്ടെന്ന് പറഞ്ഞല്ലോ. ഇത് ഭയങ്കര പെട്ടെന്ന്. മുരളി അരുളിയത് കളരിയിലെ അരുളൽ. മുരളി അരുളിയത് കളരിയിലെ അരുളൽ. മുരളി അരുളിയത് കളരിയിലെ അരുളൽ. മുരളി അരുളിയത് കളരിയിലെ അരുളൽ. കൊള്ളാം, നന്നായിട്ടുണ്ട്. പറയണോ? അങ്ങനെ ആഗ്രഹം തോന്നുന്നുണ്ടോ? ഞാൻ പറയണോ? അല്ല, ചേച്ചി പറഞ്ഞല്ലോ. അല്ല, ഒരു പ്രാവശ്യം പറഞ്ഞു കേൾക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ട് വെറുതെ വിടാം. പക്ഷെ ഓഡിയൻസിന് അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശമില്ല എന്നാണ് പറഞ്ഞത്. അവർക്ക് എന്തോ ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞു. ആർക്കാണ് ഓഡിയൻസിൽ ഒരു ക്വസ്റ്റ്യൻ? എൻ്റെ പേര് ഡെയ്സി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഫാദറിന്റെ ഏറ്റവും ഫേവറേറ്റ് മൂവി ഏതാ? അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള മൂവി? അച്ഛൻ്റെ എനിക്ക് കമ്മീഷണർ ഇഷ്ടമാണ്, വഴിയോര കാഴ്ചകൾ ഇഷ്ടമാണ്, പിന്നെ രാജാവിൻ്റെ മകൻ. എൻ്റെ പേര് അമ്മിണി.
എനിക്ക് രണ്ടുപേരോടെയായിട്ടൊരു ചോദ്യം, ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ ഇഷ്ടം? ഓക്കെ, ഞങ്ങൾക്ക് ഏതാണ് ഇഷ്ടം? ഏതാണ് ഇഷ്ടം? അതിപ്പോ ഫ്യൂച്ചറിൽ കല്യാണം കഴിക്കുമ്പോ എന്ത് ലൈനിൽ വരുന്നോ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. അല്ലാതെ ഇപ്പൊ അങ്ങനെ പ്ലാൻ ഒന്നുമില്ല. ഇപ്പൊ അങ്ങനെ പ്ലാൻ ഒന്നുമില്ല. സെയിം അങ്ങനെ പ്ലാൻ കല്യാണം ആലോചിക്കാനുള്ള വയസ്സൊന്നും ആയിട്ടില്ല. ഇത്ര വളർന്നിട്ടുണ്ട്. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദല ജിമാർട്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വെൽക്കം ബാക്ക് ടു ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദല ജിമാർട്ട്. അപ്പൊ നമ്മുടെ കോമഡി സൂപ്പർ നൈറ്റിന്റെ വേദിയിൽ ഫസ്റ്റ് ടൈം ആണ് അല്ലേ? അപ്പോ നമ്മുടെ ഷോ ഒക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. ഞങ്ങൾ പിന്നെ കോമഡി നൈറ്റ് കാണാറുണ്ട്. ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാമാണ്. ബിക്കോസ് ഫുൾ ടൈം കോമഡിയാണ്. ഞങ്ങൾക്ക് കോമഡി ഇന്നത്തെ ഷോയിലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് സോ ഞങ്ങൾ മിക്കവാറും കാണുന്ന ഒരു ഷോ ആണ് ഈ കോമഡി. സ്ട്രെസ് ഫ്രീ ആവാൻ പറ്റിയ ഒരു ഷോ ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് വെറുതെ ചിരിച്ചോണ്ടിരിക്കുക ഇങ്ങനെ. ലൈക്ക് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ സുരാജേട്ടനെ മീറ്റ് ചെയ്ത ഇൻസിഡന്റ് എനിക്ക് പറയണമെന്നുണ്ട്. അതെ, മധുര നാരങ്ങയിൽ വെച്ചിട്ട് ഞാൻ സുരാജേട്ടന്റെ മൂവീസിലെ ജോക്സ് ഒക്കെ കാണും എന്നുള്ളതല്ലാതെ ഞാൻ പേഴ്സണലി മീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ ലൊക്കേഷനിൽ വെച്ചിട്ട് സുരാജേട്ടൻ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന് എനിക്ക് കാണാൻ പറ്റും, സംസാരിക്കാൻ പറ്റും എന്നൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. പോയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആൾ ഓൾറെഡി മേക്കപ്പ് ഒക്കെ ചെയ്ത് ആ കോസ്റ്റ്യൂമിൽ നിൽക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി അപ്പോൾ ബ്രേക്കിൽ പോയി സംസാരിക്കാം, വർക്കിൻ്റെ ഇടയിൽ ഡിസ്റ്റർബ് ചെയ്യണ്ട എന്നൊക്കെ വിചാരിച്ചു ഞാൻ മാറിയിരിക്കാം. പക്ഷേ സുരാജേട്ടൻ എത്ര സിമ്പിളാണ്, എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് പരിചയപ്പെട്ടു. എന്താ പറയുക, ഹാൻഡ് ഷേക്ക് ചെയ്തു, പറഞ്ഞു എനിക്കറിയാം അച്ഛൻ്റെ മോള് എന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നു, ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. ആൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു പോകുന്നതിന് മുമ്പ് നമുക്കൊരു പിക്ചേഴ്സ് ക്ലിക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ് മറക്കാതെ എന്നെ വിളിച്ചു നിർത്തി ഒരു പിക്ചർ ക്ലിക്ക് ചെയ്തു. അങ്ങനെയൊക്കെ എന്താ പറയുക വളരെ സിമ്പിൾ ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. സോ ഫേസ്ബുക്കിൽ പിക്ചർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സുരാജേട്ടനെ നമുക്ക് മിസ് ചെയ്തു ഈ ഷോയില്. തീർച്ചയായും ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് വന്നതാണ്, എന്നെ പറ്റിച്ചു. അടുത്ത സിനിമ റിലീസ് ആവുമ്പോൾ വീണ്ടും വരാമല്ലോ. സിനിമ റിലീസ് ആവണം നിർബന്ധമില്ല, എപ്പോ വേണമെങ്കിലും വരാം. ഓൾവേസ് വെൽക്കം. അപ്പൊ രണ്ടുപേർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദല ജിമാർട്ടിന്റെ മനോഹരമായ ഒരു എപ്പിസോഡ് ഇവിടെ ഇങ്ങനെ അവസാനിക്കുകയാണ്. കൂടുതൽ ചിരി കാഴ്ചകളുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഗുഡ് നൈറ്റ്.